മോളെന്താ ചെയ്യണേ? അമ്മ എന്തായാലും സ്പെഷ്യൽ ചോദിച്ചു വരും. അതിനു മുമ്പ് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. അമ്മ അവിടെ പോയിരുന്നോ? ഇപ്പൊ ഉണ്ടാക്കി തരാട്ടാ. ശരി. ഇന്ന് എന്ത് കറി വെക്കുന്ന ആലോചിച്ചിരുന്നപ്പോഴതേ കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നന്നാക്കിയ ചക്കക്കുരു, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും, കുറച്ച് ഉപ്പും, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കാം. അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ദേ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരക്കൊത്തും, പിന്നെ നമ്മൾ ചെമ്മീൻ വറുത്തതിന്റെ കുറച്ച് തലയും വാലും നുള്ളിയതും, പിന്നെ കുറച്ച് ചെമ്മീനും കൂടെ ദേ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കാം. അരപ്പൊക്കെ റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും ദേ നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം ട്ടോ. അതേ തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും, കുറച്ച് മുളക് പൊടിയും, കുറച്ച് ചെമ്മീൻ നമ്മൾ തലയൊക്കെ നുള്ളി വെച്ചിട്ടുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാളികേരവും ചെമ്മീനൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു താളിപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ട് ദേ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ചാറുകറി റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കൊരു തോരനും കൂടെ വെക്കണം. ചാറുകറി മാത്രം പോരല്ലോ. അപ്പൊ ദേ നമ്മുടെ ചാറുകറി കൊണ്ടുപോയി വെച്ചിട്ട് നമുക്കൊരു തോരൻ കറി വെക്കാനായിട്ട് നോക്കാം. നമുക്കിന്ന് സിമ്പിൾ ആയിട്ട് ഒരു തോരൻ വെക്കാനായിട്ട് ദേ കുറച്ച് വെണ്ടക്കായ നീളത്തിൽ നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ജീരകം, കുറച്ച് വറ്റൽമുളക് ഇട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് സവോള കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് അതിലത്തെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ദേ നമ്മളുടെ വെണ്ടക്കായ മെഴുക്ക് വരട്ടി ഇന്നത്തെ ഇവിടെ റെഡിയാണ് കേട്ടാ. സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഊണിന്റെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ വെണ്ടക്കായ തോരനും ബീഫും പിന്നെ നമ്മളുടെ ചക്കക്കുരു മാങ്ങയും കൂടെ വെച്ചിട്ടുള്ളതാണ് കേട്ടാ. തൊണ്ടവേദന ആയതുകൊണ്ട് ഇന്നത്തെ ഡബ്ബിംഗ് ഒന്നും ശരിയല്ല കേട്ടാ. ശബ്ദം ക്ലിയർ ആയിട്ടില്ല. എല്ലാവരും ക്ഷമിക്കണേ. ഇന്നും കൊറേ തരം കറിയൊക്കെ ഉണ്ടല്ലോ. ചക്കക്കുരും ചെമ്മീനോ?